വചനയാത്രക്കാർക്ക് പെസഹാകാലം 5-ാം ഞായറിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ ഇന്നത്തെ ഒന്നാമത്തെ വായനയാണ് വിചിന്തനം ചെയ്യുന്നത്. 7 ഡീക്കന്മാരെ തിരഞ്ഞെടുക്കുന്ന സംഭവം. ഇതിൽ 7 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കുവാനായി ആഗ്രഹിക്കുന്നത്. 1. ഗ്രീക്കുകാരും ഹെബ്രായരും. ആദിമസഭയിൽ ഹെബ്രായരും ഗ്രീക്കുകാരും ഉണ്ടായിരുന്നു. റോമാ സാമ്രാജ്യത്തിൽ നിന്നും ജെറൂസലേമിലേക്ക് വന്ന ഗ്രീക്ക് ഭാഷ സംസാരിച്ചിരുന്നവരാണ് യവനർ അഥവാ ഗ്രീക്കുകാർ. പലസ്തീനായിലെ തദ്ദേശവാസികൾ ഹെബ്രായ ഭാഷ സംസാരിച്ചിരുന്നു. ഗ്രീക്കുകാരുടെ കുടുംബങ്ങൾ അകലെയായതിനാലും അവർ ഗ്രീക്ക് ഭാഷ സംസാരിച്ചിരുന്നതിനാലും യഹൂദ സമൂഹത്തിൽ ഗ്രീക്കുകാരുടെ വിധവകൾ തികച്ചും ഒറ്റപ്പെട്ടവരായിരുന്നു. ഈ വിധവകളും ഹെബ്രായ വിധവകളും തമ്മിൽ സംഘർഷങ്ങൾ ഉടലെടുക്കുക സ്വാഭാവികമായിരുന്നു. ഗ്രീക്കുകാരുടെ വിധവകളെ പരിഗണിക്കാതിരുന്നത് അവരുടെ സമൂഹത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കി. ദരിദ്രരായ വിധവകൾ അവഗണിക്കപ്പെടുന്നത് ഭക്ഷണ വിതരണത്തിൽ എന്നതിനും അപ്പുറത്ത് സഭയിലെ ദരിദ്രരായവർക്ക് നൽകുന്ന വിഭവ വിതരണത്തിൻ്റെ കണക്കുകൾ സൂക്ഷിക്കാൻ കാണിക്കുന്ന വ്യഗ്രതയാണ് ദരിദ്രരായ വിധവകളിൽ നിറഞ്ഞു നിൽക്കുക എന്ന് ബൈബിൾ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. 2. വിധവകൾ. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവർ, അനാഥർ, വിധവകൾ, പരദേശികൾ എന്ന 3 വിഭാഗങ്ങളാണ്. നിയമാവർത്തനം 26:12-1:27 സൂചിപ്പിക്കുന്നത് വിധവകൾ മറ്റുള്ളവരുടെ സഹായത്തെ ആശ്രയിച്ച് ജീവിച്ചിരുന്നവരാണ്. വിധവകളോടും അനാഥരോടും പാവങ്ങളോടും പ്രത്യേക പരിഗണന അത്യന്താപേക്ഷിതമാണെന്ന് ലേവ്യർ 19:25 നിയമാവർത്തനം 16:11 മലാക്കി 3:5 അടയാളപ്പെടുത്തുന്നു. ഒതുക്കപ്പെട്ടവരോടുള്ള ഈ പരിഗണനയിലൂടെയാണ് ഇസ്രായേൽക്കാർ ദൈവവുമായി അർത്ഥപൂർണമായി ബന്ധപ്പെട്ടിരുന്നത് എന്ന് പറയുമ്പോൾ വിശ്വാസം നല്ല പ്രവൃത്തികൾ ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് സാരം. 3. ശിഷ്യന്മാരുടെ സംഘം എന്നത് ഗ്രീക്കുകാരുടെ ചെറിയൊരു പ്രതിനിധി സംഘത്തെ സൂചിപ്പിക്കുകയാണ്. 4. അപ്പസ്തോലന്മാർ. അപ്പസ്തോലന്മാരുടെ ദൗത്യം വചന പ്രഘോഷണമാണ്. അപ്പസ്തോലന്മാർ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും വിശ്വസ്തരാകാൻ തീരുമാനിക്കുന്നു. അത് അവരുടെ പ്രധാന ദൗത്യവുമാണ്. വചന ശുശ്രൂഷ അടയാളപ്പെടുത്തുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ കാലോചിതമായ വ്യാഖ്യാനവും സുവിശേഷത്തിൻ്റെ അനുനയക്ഷമമായ പ്രഘോഷണവും ആത്മാവിൻ്റെ അടയാളങ്ങളും അത്ഭുതങ്ങളുമാണ്. 5. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1. ജനങ്ങളാൽ സമ്മതം നൽകുന്ന സുസമ്മത സർട്ടിഫിക്കറ്റ് അവർക്ക് ആവശ്യമാണ്. 2. പക്വമായ വിശ്വാസവും പ്രവാചക ദൗത്യത്തിനായുള്ള കഴിവും ആത്മീയ അധികാരവുമുള്ള ആത്മാവിലും ജ്ഞാനത്തിലും ഈ 7 പേരും നിറയണം. എപ്പിസ്കെപ്റ്റോമായി എന്ന പദമാണ് തിരഞ്ഞെടുക്കും എന്ന പദത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പദത്തിൻ്റെ അർത്ഥം വളരെ കൂലങ്കക്ഷമായി പരിശോധിച്ച് ശ്രദ്ധിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കണമെന്നാണ്. 6. കൈകൾ വയ്ക്കുന്നത് അഭിഷേകം ചെയ്യുന്നതിൻ്റെയും ചുമതലപ്പെടുത്തലിൻ്റെയും അടയാളമാണ്. 7. ഈ വചനഭാഗത്തിൻ്റെ അവസാനം ജനത്തിൻ്റെ ശ്രദ്ധ സുവിശേഷ പ്രഘോഷിതരിൽ നിന്ന്
സുവിശേഷത്തിലേക്ക് മാത്രം എത്തി നിൽക്കുന്ന വളരെ അർത്ഥപൂർണമായ ഒരു കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത്. അക്കാരണത്താൽ മാനസാന്തരത്തിലേക്കും ജ്ഞാനസ്നാനത്തിലേക്കും നയിക്കുന്ന ദൈവവചനത്തോടുള്ള പ്രത്യുത്തരം ഇവിടെ വ്യക്തമാണ്. ഈ വിചിന്തനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇതാണ്: സഭയിൽ ദരിദ്രർ പുണ്യമാണ്. അവർ നമ്മെ സുവിശേഷവൽക്കരിക്കുകയാണ്. അവർ നമ്മുടെ ഓബ്ജക്റ്റ് അല്ല, പിന്നെയോ സബ്ജക്റ്റാണ്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഈ ശുശ്രൂഷയിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതോടൊപ്പം സഹജീവികളെയും പിന്നാക്കം നിൽക്കുന്നവരെയുമൊക്കെ സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനുമുള്ള തീരുമാനം നാം കൈക്കൊള്ളണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം ഫാദർ നിക്കോളാസ് ടി.